Welcome to my channel. And YouTube channel ke എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി ആരു. ഇന്നത്തെ വീഡിയോ ഓർഗാമി ബോൾ എങ്ങനെ ഉണ്ടാക്കാനാണ്. നമുക്കറിയാം വളരെ ടഫ് ആയിട്ട് തോന്നും കാണുമ്പോൾ, പക്ഷെ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോളാണ് ഓർഗാമി ബോൾ. പലർക്കും അറിയില്ല ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബോളാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. കളർ പേപ്പേഴ്സ്, കത്രിക, പശ, പെൻസിൽ, സ്കെയിൽ, കോമ്പസ്. നമുക്ക് പേപ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ A4 കനുള്ള പേപ്പർ എടുക്കുക. പല കളറുള്ള പേപ്പേഴ്സാണ് ഞാൻ അവിടെ എടുത്തേക്കുന്നത്. അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇഷ്ടമുള്ള അളവിൽ നമുക്ക് റേഡിയസ് എടുത്തിട്ട് കോമ്പസിൽ, ഞാനത് ഇപ്പോൾ എടുത്തേക്കുന്നത് 5 സെന്റിമീറ്റർ റേഡിയസിലാണ് എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ റേഡിയസ് എടുത്ത് കോമ്പസിൽ വരച്ചെടുത്ത് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അങ്ങനെ ഞാൻ 12 എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര 10 ആയാലും 12 ആയാലും കുഴപ്പമില്ല. കറക്റ്റ് ബോളിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ 12 എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 5 സെന്റിമീറ്റർ റേഡിയസിലാണ് വരച്ച് വെച്ചേക്കുന്നത്. നമുക്കിത് ബോളിൻ്റെ വലിപ്പനുസരിച്ച് ഇത് കുട്ടി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ഒരു സർക്കിൾ എടുക്കുക. എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മടക്കുക. സെൻറ്ററിൽ മടക്കിയ ശേഷം പിന്നെയും ഇങ്ങനെ സെൻറ്റർ ചെയ്തിട്ട് പിന്നെയും മടക്കാം. ഈ മടക്കിൽ തന്നെ ഒന്നും കൂടി സെൻറ്റർ ചെയ്ത് മടക്കണം. അപ്പോൾ മടക്കിയ ഭാഗം നമ്മൾ നിവർത്തി നോക്കാം. നമുക്കതിൻ്റെ ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. മടക്കിയ ശേഷം ഇങ്ങനെ എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ മടക്കിയെടുക്കുക. നമുക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അനുസരിച്ച് നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്ത് വയ്ക്കാം. ഇത് നമുക്കിത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുന്ന രീതിയാണ് ഇങ്ങനെയാണ് പറഞ്ഞുതരാം. അത് നമ്മളിത് അറേഞ്ച് ചെയ്യാം. കളറുകൾ ഞാൻ കളറുകൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കണേ. നമുക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും കളർ അറേഞ്ച് ചെയ്ത് എടുക്കാം. ഇത് എങ്ങനെ ഒട്ടിക്കാൻ നോക്കാം. നമ്മൾ മടക്കി വെച്ചുള്ള പേപ്പറിൽ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞറിയാം ലൈൻസ് ഇതിൽ മടക്കേണ്ട അതേ ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അതിൽ എങ്ങനെ പശ തേക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ അറ്റത്ത് 2 ലൈൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ പശ തേച്ച് ജോയിൻ ചെയ്യണം ഉള്ളിൽ. അത് നമുക്ക് ആദ്യം അത് ഒട്ടിച്ച് നോക്കാം. അത് നമ്മൾ ഒരു ചെറിയൊരു വടി പോലത്തെ ചെറിയ കഷ്ണത്തിൽ നമ്മൾ ലൈനിൻ്റെ മേലെയാണ് പശ തേക്കുന്നത്. ഈ അറ്റത്ത് 2 ഭാഗവും നമുക്ക് ഒട്ടിച്ചേർക്കാവുന്നതാണ്. ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കുന്നു. അതുപോലെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിനും ഉള്ളിൽ ഈ 2 ലൈനിലൂടെ ഒട്ടിച്ച് ചേർക്കണം. ആ ലൈൻ തന്നെ പശ തേച്ച് ഒട്ടിക്കണം. ഇപ്പൊ നമ്മൾ എല്ലാ പേപ്പേഴ്സും കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തു. ഇനി അതെങ്ങനെ ജോയിൻ ചെയ്ത് ഒട്ടിക്കാൻ നോക്കുക. നമ്മൾ ഉള്ളിൽ ഇവിടെ ഗം തേച്ചിട്ടാണ് നമ്മളത് ഉള്ളിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഈ പുറത്ത് ഈ സെൻറ്ററിലാണ് നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓരോന്നായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിക്കാൻ നോക്കാം. നമുക്ക് ഒട്ടിക്കാം.
ഒട്ടിയുടെ രീതി സെൻറ്ററിൽ നമ്മൾ ആ ലൈനിൽ ചെറിയൊരു ഒരു വടി കൊണ്ട് നമ്മൾ ഇങ്ങനെ പശ തേച്ച് കൊടുക്കുക. നമ്മൾ അടുത്ത പീസ് പേപ്പർ നമ്മൾ വെട്ടി ഒട്ടിച്ചത് അതിന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് അളവിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. കാരണം ബോളിൻ്റെ ഭംഗിക്ക് അത് അത്യാവശ്യമാണ്. കറക്റ്റ് ഒരളവിൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒട്ടിക്കുമ്പോൾ ശരിക്കും നന്നായി ഒട്ടിച്ചാൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ലെയർ ഒട്ടിച്ചു കൊടുക്കുമ്പോഴും പ്രസ് ചെയ്യുക നന്നായിട്ട്. നമുക്ക് അങ്ങനെ അതുപോലെ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുത്തു. ലെയറായിട്ട് വെച്ചിട്ട് പല കളറിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇത് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്യുക. പക്ഷെ നന്നായി ഒട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം ആ ലൈനിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് അറേഞ്ച്മെന്റ് അത് ഒട്ടിച്ചത് ശരിയായിട്ട് വരണോ. പ്രസ് ചെയ്യണതിൻ്റെ അടുത്താണ് നമുക്കത് പതുക്കെ വിടർത്തി നോക്കാം. അപ്പം നമ്മൾ അതിൻ്റെ ലെവൽ കീപ്പ് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ നോക്കാം. നമുക്ക് നന്നായിട്ട് പശ ഒട്ടണം. അതിനുശേഷം മാത്രമേ നിർത്തി വെക്കാൻ പാടുള്ളൂ. നന്നായി ഇട്ട ശേഷം നമ്മളത് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കണം. നമ്മൾ ലാസ്റ്റ് ഒട്ടിക്കുന്നത് ഈ എൻഡിങ് സൈഡിലും ഇപ്പോഴത്തെ എൻഡിങ് സൈഡിലും ചേർത്ത് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അത് നമുക്ക് ഒട്ടിച്ച് ചേർക്കാം. ലാസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്ന രീതി പശ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റിലെ എൻഡ് പേപ്പർ ഉണ്ടാവും. അതിൽ സെൻറ്ററിനകത്ത് ഒട്ടിച്ച പോലെ തന്നെ സെൻറ്റർ ചെയ്തിട്ട് പശ ചേർത്ത് കൊടുക്കുക. അതുപോലെ തിരിച്ച് മറ്റേ സൈഡിൽ നമ്മൾ സെൻറ്റർ ചെയ്തിട്ട് പശ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുക. ബോർഡ് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പതുക്കെ നമ്മൾ ഒട്ടിച്ചേർക്കുക. കറക്റ്റ് സെൻറ്റർ ചെയ്ത് കിട്ടണം. നമ്മൾ ലാസ്റ്റിൽ ഒട്ടിച്ച് ചേർക്കാം. വളരെ സിമ്പിളാണ് ബോൾ ഉണ്ടാക്കാൻ. കാണുന്നത് വളരെ ടഫായിട്ട് തോന്നും. പക്ഷെ ജസ്റ്റ് കുറച്ച് നേരത്തെ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മനോഹരമായ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ ക്രിസ്മസ് ട്രീയിൽ നമുക്ക് ഇത് ഹാങ് ചെയ്തിടാൻ പറ്റും. പല ശേഷവും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിടാൻ പറ്റിയൊരു ബോളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓർഗാമി ബോൾ ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയ ബോളാണ്. ഓർഗാമി ബോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. എനിക്കിപ്പോൾ ഉണ്ടാക്കിയത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ